سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح سبيل الدموع سبيل مريح تنهدى يا صاحي كي تستريح وبث الدعاء الخفي الصريح يسعك الفضاء الرحيب الفسيح فبالله كم تستطب القروح ويبرأ جروح الكسير الجريح وينشط. കാണുമ്പോൾ തന്നെ നമുക്കൊരു പുഞ്ചിരിയും ഒരു സന്തോഷവും, ആ കുട്ടിയുടെ പുഞ്ചിരി ഇങ്ങനെ കാണുമ്പോഴേ മുഖഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറയുമ്പോൾ ഓരോ കാഴ്ചകളും മുന്നിൽ ഓരോ കാഴ്ചകളും ഇതുവരെ കാണാത്തത് കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ ഒന്ന് പറയണം, ഒരു 5 മിനിറ്റ് കണ്ണടച്ച് പിടിക്കൂ. കണ്ണടച്ച് പിടിച്ചിട്ട് എത്ര ആഗ്രഹിച്ചിട്ടും കണ്ണ് തുറക്കാതിരിക്കുക. അങ്ങനെ നിന്നിട്ടൊന്നിങ്ങനെ ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് വെറുതെ നടക്കുക, പതിയെ തപ്പി പിടിച്ചിട്ട്, എന്നിട്ടൊന്ന് കണ്ണ് തുറന്ന് നോക്കൂ. അപ്പോൾ മനസ്സിലാവും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നൊരു പ്രയാസത്തെക്കുറിച്ച്. കണ്ണടക്കുമ്പോൾ വരുന്ന ഇരുട്ടിന് ശേഷം പിന്നീട് കണ്ണ് തുറക്കുമ്പോഴേക്കും കാണുന്ന വെളിച്ചം നമ്മുടെ കയ്യിൽ അതുണ്ട്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് വാർത്തയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു അപകടം പറ്റുമ്പോൾ കാഴ്ചകൾ നഷ്ടപ്പെടുന്ന ആളുകൾ എത്രയോ ഉണ്ട്. ആയിരക്കണക്കിന് ഞരമ്പുകളാണ് നമ്മുടെ കണ്ണിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, വെച്ചിട്ടുള്ളത്. ചെറിയ അത്രയും സൂക്ഷ്മ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും അതിസൂക്ഷ്മമായ നാരുപോലത്തെയുള്ള ഞരമ്പുകൾക്കിടയിൽ എവിടെയോ എങ്കിലും ഒരു ക്ഷതമേൽക്കുമ്പോഴേക്കും ആ കാഴ്ചക്ക് തകരാറ് സംഭവിക്കുന്നുണ്ട്. അതും നമ്മുടെ മുഖത്ത് ആ കണ്ണ്, ഞാൻ ചിലപ്പോൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, പടച്ചോൻ വെച്ചിട്ടുള്ള ഓരോ സംവിധാനങ്ങൾ നമ്മൾ വിചാരിക്കും ഈ കണ്ണിൻ്റെ മുഖത്തിവിടെ കണ്ണ് വെച്ചത് നമ്മുടെ കയ്യുമ്മലോ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ വിചാരിക്കും നല്ല സുഖമാണ്, ബെഞ്ചിൻ്റെ അടിയിലുള്ളത് ഡെസ്കിൻ്റെ ചുവട്ടുള്ളതൊക്കെ ഒന്ന് തപ്പിയെടുക്കാം, കട്ടിലിൻ്റെ അടിയിലുള്ളതൊക്കെ. പക്ഷേ അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും, അത്രയും വലിയ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു പ്ലേസിലാണ് കണ്ണല്ല വെച്ചിട്ടുള്ളത്. അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവുകൾ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഉണ്ടായ ഒരു സെഷനായിരുന്നത് കണ്ണ് കാണാത്തവരനുഭവിക്കുന്ന ചില ഇത് നമ്മളെ അനുഭവിച്ച് കാണിപ്പിച്ച് തന്നു. ഒരു ട്രെയിൻ പാളയത്തിൽ റെയിൽ പാളയം മുറിച്ച് കടക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഒരു ബസ് യാത്രയിൽ എന്തായിരിക്കും അവരുടെ ഒരു ഫീലിംഗ് ഉണ്ടാവുക, അതേപോലെ തന്നെ ഒരു പൊന്തയും കാടും നിറഞ്ഞ പാമ്പുകൾ ഇഴജന്തുക്കളുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അത് നമ്മളെന്ത് ചെയ്തു, നമുക്ക് കാഴ്ച കിട്ടാത്ത രൂപത്തിൽ നമ്മളത് അനുഭവിച്ചു എന്നുള്ളതാണ്. അല്ല, ഏറ്റവും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഒരു മാഷുണ്ടല്ലോ, അദ്ദേഹം കാഴ്ച ജന്മനാ ഇല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയൊരു സംഗതി നഷ്ടപ്പെടുന്ന ഒരാളുടെ മാനസികാവസ്ഥയാവില്ല, ഓൾറെഡി ആവില്ല, അങ്ങനെ ഇതായി പോവും. പക്ഷെ ഒരുപാട് കാലം കണ്ടും ആസ്വദിച്ചും അറിഞ്ഞും തൻ്റെ മക്കളെയും ഉമ്മനെയും ഉപ്പനെയും കൂട്ടുകാരെയൊക്കെ അറിഞ്ഞ ഒരാൾ പിന്നീട് ആ കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ട് ഇനി ഈ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ കുഞ്ഞുമോൻ്റെ കണ്ണ്, അവൻ്റെ മുഖം, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഭാര്യയുടെ മക്കളുടെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് വരുന്നൊരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എത്രമാത്രമായിരിക്കും. അപ്പോൾ അതൊക്കെ അവർക്കല്ല കൊടുത്തൊരു പരീക്ഷണമായിരിക്കാം. പക്ഷെ നമുക്ക് ആ പരീക്ഷണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് അല്ലാഹു എന്നും നീക്കുമ്പോൾ കാഴ്ച തരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ കണ്ണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് കാണാൻ നോക്കണ്ടേ? അപ്പോൾ അതിൽ എന്തുമാത്രം ആ കണ്ണുകൊണ്ട് നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് നോക്കാൻ ഇതൊക്കെ നമുക്കിടെ മുമ്പിൽ അള്ളാഹു ഇങ്ങനെ വെച്ച് തരികയാണ്. അത് ഒരു പക്ഷേ സ്ക്രീനിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ആ കാഴ്ചകൾ കേവലം ഒരു കാഴ്ചയായിരിക്കില്ല, അത് നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒന്നാണ് നമ്മൾ ചിന്തയിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അല്ലാഹു തആല അങ്ങനെ ശുക്ർ ചെയ്യാൻ, നന്ദി ചെയ്യാൻ നമുക്ക് എവർക്കും എന്ത് ചെയ്യട്ടെ,
തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് 3 മക്കളുണ്ടായി. 4ാമത്തെ 3 മക്കളെയും പിന്നെ ലേബർ റൂമിൽ നിന്ന് കയ്യിൽ ഏറ്റി കണ്ണിറഞ്ഞ് ചുംബിച്ച് മേടിച്ച് നമുക്ക് 4ാമത്തെ ഒരു മകളുണ്ടാകുമ്പോൾ കാണാൻ ഒരവസരമില്ലെങ്കിൽ എന്തേക്കാരം ആദ്യം കണ്ടവരെ കാണണ്ട, ആ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. ഒരാളുടെ പേര് നമ്മൾ എന്തെങ്കിലും കണ്ട ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആ പിക്ചർ വരും. എൻ്റെ 4ാമത്തെ മോനെ എനിക്ക് കാണാനുള്ള ഭാഗ്യമില്ല. 3 മക്കളെയും കണ്ട് നിങ്ങളെ കാഴ്ച കിട്ടിയത് നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതാ വന്നത്. അപ്പോൾ അല്ലാഹു തആല അത്തരം പരീക്ഷണങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.